ഇതാണ് ഒരു ഇവിടെ പിക്ചറിൽ നിങ്ങളൊരു കർവ് ഇങ്ങനെ ഒരു പാത്ത് ഇങ്ങനെ കാണുന്നുണ്ടാവും. ഈ കർവ് ഇസ് ദ ഡയറക്ഷൻ. ഇങ്ങനെ മൂവ് ചെയ്യുന്ന ഒരു പാർട്ടിക്കിൾ ഈ ഡയറക്ഷനിലൂടെ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കാൻ കഴിയും. ഈ പാത്തിലൂടെ മൂവ് ചെയ്യുമ്പോൾ ഇതിനുണ്ടാവുന്ന ഓരോ കാര്യങ്ങള് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ പറഞ്ഞു പൊസിഷൻ വെക്ടർ. പൊസിഷൻ വെക്ടർ r of t is the position of the particle at any point at any time. അതാണ് ഈ പാത്തിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. രണ്ടാമത് ഓരോ പോയിന്റിലും നമുക്ക് ടാൻജന്റ് വെക്ടറിനെ അല്ലെങ്കിൽ യൂണിറ്റ് ടാൻജന്റ് വെക്ടർ t, capital T is the unit tangent vector. It is given by vector r dash t divided by mod r dash t. So t equal to vector r dash t divided by mod r dash t. വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡിന്റെ വെക്ടറിന്റെ ഡെറിവേറ്റീവിനെ അതിന്റെ ഡെറിവേറ്റീവിന്റെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് ടി. ഇനി പുതിയതായിട്ട് നമ്മൾ പറഞ്ഞത് കർവേച്ചർ ആണ്. കർവേച്ചർ അറ്റ് എനി പോയിന്റ് ഈസ് കർവേച്ചർ എന്താണ് നമ്മൾ പറഞ്ഞു. കർവേച്ചർ കാപ്പ ഈക്വൽ ടു മോഡ് dt by ds എന്ന് പറഞ്ഞു. dt by ds that can be calculated by the formula mod dt by dt divided by mod ds by dt, that is mod dr by dt, or mod t dash t divided by mod r dash. So kappa is a scalar quantity. നമ്മൾ പറഞ്ഞു സർക്കിളിന്റെ കർവേച്ചർ എന്ന് പറഞ്ഞാൽ അതിന്റെ റേഡിയസിന്റെ റെസിപ്രോക്കൽ ആണ്. അപ്പോ കാപ്പ കാൽക്കുലേറ്റ് ചെയ്തു, ടി കാൽക്കുലേറ്റ് ചെയ്തു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് യൂണിറ്റ് നോർമൽ വെക്ടർ ആണ്. യൂണിറ്റ് നോർമൽ വെക്ടർ. യൂണിറ്റ് നോർമൽ വെക്ടർ എന്ന് പറഞ്ഞാല് ഓരോ പോയിന്റിലും ഉള്ള ടാൻജൻഷ്യൽ വെക്ടർ നിങ്ങൾ കണ്ടല്ലോ. ഓരോ പോയിന്റിലും വെലോസിറ്റി ടാൻജൻഷ്യൽ ആയിരിക്കും. വെലോസിറ്റിന്റെ ഡയറക്ഷനിൽ യൂണിറ്റ് വെക്ടർ ആണ് ശരിക്കും. ആർ ഡാഷ് ടി എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? വെലോസിറ്റി ആണ്, v of t ആണ്. ഇപ്പൊ v by mod v or r dash by mod r dash, അതാണ് ടാൻജൻഷ്യൽ വെക്ടർ. ടാൻജൻഷ്യൽ വെക്ടറിന്റെ ഡയറക്ഷനിൽ യൂണിറ്റ് വെക്ടർ ആണ് ടി ക്യാപ്. ടി ഈസ് വെക്ടർ r dash t divided by its magnitude. Now normal vector at any point is perpendicular to t. എന്താ പറയാ, ഈ ടീന്റെ ഓപ്പോസിറ്റ് കർവിന് അകത്തേക്ക് അല്ലെങ്കിൽ കർവിനകത്ത് ടാൻജന്റിന് പെർപെൻഡിക്കുലർ ആയിട്ട് കർവിൽ വരക്കുന്ന ലൈനാണ് നോർമൽ വെക്ടർ. നമ്മള് ഇവിടെ ടാൻജന്റ് വരച്ചിട്ട് ഇങ്ങനെയല്ല നോർമൽ വെക്ടർ വരക്കുക, ഇങ്ങനെയല്ല വരക്കുക. എന്താ പറയാ, നമ്മള് നോർമൽ എങ്ങനെയാണ് വരക്കുക? കർവിനുള്ളിലേക്കാണ് വരക്കുക. ഇൻവാർഡ് ഡ്രോൺ നോർമൽ എന്നാണ് പറയുന്നത്. ഇൻവാർഡ് ആയിട്ടാണ് നമ്മൾ നോർമൽ വരക്കുക. ഇവിടുന്ന് ടാൻജന്റ് വരച്ചിട്ട് കർവിനകത്തേക്കാണ് വരക്കുക. കണ്ടോ, ഇവിടെ നോർമൽ വരച്ച ശ്രദ്ധിച്ചോ. ഇവിടെ നോർമൽ ഇങ്ങോട്ടല്ല വരച്ചോ, കർവിനകത്തേക്കാണ് വരക്കുക. ഇൻവാർഡ് ഡ്രോൺ നോർമൽ എന്നാണ് പറയുന്നത്. അപ്പൊ യൂണിറ്റ് നോർമൽ കാണാനുള്ള ഫോർമുല പറഞ്ഞാല് 1/kappa into dt by ds.
1 by kappa into dt by ds. This is the unit normal vector. Principal unit normal vector. പ്രിൻസിപ്പൽ എന്ന് പറയാൻ കാരണം പ്രിൻസിപ്പൽ യൂണിറ്റ് നോർമൽ വെക്ടർ എന്ന് പറയാൻ കാരണം അത് യുണീക്ക് ആവാനാണ്. ഒരു പോയിന്റിൽ നമുക്ക് നോർമൽ രണ്ട് വിധത്തിലേക്ക് വരക്കാം. ഒന്ന് ഔട്ട്വേർഡ് വരക്കാം, ഒന്ന് ഇൻവേർഡ് വരക്കാം. അപ്പൊ ഇൻവേർഡ് വരക്കുന്ന ഈ നോർമൽ വെക്ടർ നമ്മൾ പറയുന്ന പേരാണ് പ്രിൻസിപ്പൽ യൂണിറ്റ് നോർമൽ വെക്ടർ ആൻഡ് ഈസ് കാൽക്കുലേറ്റഡ് ബൈ ദ ഫോർമുല n cap equal to 1 by kappa into vector dt cap by ds. This is the formula for principal unit normal vector. Now, ഇത് കാണാന് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഇത് കാണാൻ നമുക്ക് പുതിയ ഫോർമുല ഡിറൈവ് ചെയ്യാം. ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ DS-ൽ ഇവാലുവേറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മള് കർവേച്ചർ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോ കാപ്പ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മോഡ് dt by ds ആണ്. അപ്പോ n ക്യാപ്പിന് ഒരു ഫോർമുല ഡിറൈവ് ചെയ്യാം നമുക്ക്. n cap equal to dt cap by ds divided by kappa. Kappa is nothing but dt cap by ds. Right? Now, dt by ds can be written as dt by dt into dt by ds divided by denominator ഇതേ കാര്യം ചെയ്യാം. മോഡുലസിനകത്ത് dt by dt into എഴുതാം dt by ds മോഡുലസിനകത്ത്. ഇത് രണ്ടും ശരിക്കും ക്യാൻസൽ ആവും. കാരണം dt by ds equal to 1 by ds by dt. ds by dt നമ്മൾ പറഞ്ഞിട്ടുണ്ട് മോഡ് r dash ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. മോഡ് r dash ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. So this is positive always and mod dt by ds മോഡുലസിനെ പിന്നെ ഈ dt by ds എന്ന് പറഞ്ഞാൽ തന്നെ മോഡുലസ് ആണ്. this is a positive quantity. അപ്പോൾ ഒരു മോഡുലസ് എടുത്താലും ഈക്വൽ ആണ്. So this equal to dt by dt divided by mod dt by ഇങ്ങനെ വീണ്ടും വേണമെങ്കിൽ t dash t cap dash t divided by mod t cap dash. അപ്പൊ യൂണിറ്റ് ടാൻജന്റ് വെക്ടറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, അതിന്റെ അബ്സല്യൂട്ട് വാല്യൂ ഉണ്ട് ഡിവൈഡ് ചെയ്യുക. അങ്ങനെ നമുക്ക് പ്രിൻസിപ്പൽ യൂണിറ്റ് നോർമൽ വെക്ടർ കാണാൻ പറ്റും. ഇപ്പോ സാധാരണ നമുക്ക് ഇത് കാണണമെങ്കിൽ കുറച്ച് പണിയാണ്. കാരണം കാപ്പ കാണണമെങ്കിൽ അല്ലെ മോഡ് ടി ഡാഷ് ടി വൈ മോഡ് ആർ ഡാഷ് ടി ഒക്കെ കാണണം ബുദ്ധിമുട്ടാണ്. അപ്പൊ നമുക്ക് നേരിട്ട് കാപ്പയൊന്നും കാണാതെ തന്നെ യൂണിറ്റ് നോർമൽ വെക്ടർ കാണാൻ പറ്റും. n cap can be calculated by this formula. അപ്പോ നമുക്ക് n cap കാണാൻ ഒരു പ്രോബ്ലം വന്നാൽ നമ്മൾ എങ്ങനെ ചെയ്യാം? ഒരു ക്വസ്റ്റ്യൻ നോക്കാം. Find t cap and n cap for the circular motion. R of t equal to cos 2t I plus sin 2t j. എന്തുകൊണ്ടായിരിക്കും അത് സർക്കുലർ മോഷൻ എന്ന് പറയണേ? ഈ ആർ ഓഫ് ടിന്റെ പാത്ത് ഇസ് എ സർക്കിൾ.
റഫ്റ്റിന്റെ പാത്ത് ഒരു സർക്കിൾ ആണ്, അതുകൊണ്ടാണ് സർക്കുലർ മോഷൻ. ആയിക്കോട്ടെ. ഇപ്പൊ ടി ക്യാപ്പും എൻ ക്യാപ്പും ആണ് നമുക്ക് കാണേണ്ടത്. അപ്പോ എന്ത് ചെയ്താൽ വളരെ സിമ്പിൾ ആണ്. ടി ക്യാപ്പ് കാണണമെങ്കിൽ ആറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, അതിന്റെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എൻ ക്യാപ്പ് കാണണമെങ്കിൽ ആ കിട്ടിയ ടി ഉണ്ടല്ലോ, ടീനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, അതിന്റെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. വളരെ എളുപ്പമാണ് നോക്കുക. What is r dash t? R dash t equal to minus 2 sin 2t I plus 2 cos 2t j. Mod r dash t equal to root of 4 sin square 2t plus 4 cos square 2t. This 4 can be taken outside. Sin square 2t plus cos square 2t equal to 1. 4 root 4 equal to 2. Mod r dash t equal to 2. So what is t cap? What is t cap? T cap equal to r dash t divided by mod r dash t. That is r dash t divided by 2. That is minus sin 2t I plus cos 2tj. This is our t cap. And to find n cap, we have to differentiate t with respect to t. What is dt by dt? What is dt cap by dt? That is minus 2 cos 2t I minus 2 sin 2tj. What is mod dt by dt? What is mod dt by dt? Root of 4 cos square 2t plus 4 sin square 2t. Again this is equal to 2. So n cap equal to dt by dt divided by mod dt by dt equal to ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താല് മൈനസ് cos 2t I minus sin 2t j. This is the answer. Next heading, circle of curvature. ഒരു പാത്ത് ഇങ്ങനെ പോവാണെന്ന് വിചാരിച്ചോളൂ. ഈ പാത്തിൽ ഇപ്പോ ഒരു പോയിന്റ് പി എന്നുള്ള ഒരു പോയിന്റ്, ഈ പോയിന്റിലുള്ള ഭാഗങ്ങള് ഈ പോയിന്റിന്റെ അടുത്ത് കർവ് ഇങ്ങനെ കിടക്കണേ, ഇതിനോട് ബെസ്റ്റ് ഫിറ്റ് ആയിട്ടുള്ള ഒരു സർക്കിൾ നമ്മളിവിടെ കൺസ്ട്രക്ട് ചെയ്യും. This circle is called circle of curvature at the point P, and its center is called center of curvature at P, and its radius is called radius of curvature at P. And നമ്മൾ നേരത്തെ പറഞ്ഞു ഓർക്കണില്ലേ നിങ്ങള്, ഒരു സർക്കിൾ ഓഫ് റേഡിയസ് എ റേഡിയസിൽ ഒരു സർക്കിളിന്റെ കർവേച്ചർ 1/a ആണ്. എ റേഡിയസിലുള്ള ഒരു സർക്കിളിന്റെ കർവേച്ചർ 1/a ആണ്. റേഡിയസ് ഓഫ് കർവേച്ചർ a. അപ്പൊ റേഡിയസ് ഓഫ് കർവേച്ചർ കാണണമെങ്കിൽ ഫോർമുല കപ്പ
If curvature is kappa, radius of curvature is the reciprocal of curvature. ഒരു നിങ്ങളുടെ മനസ്സിലൊരു എക്സാമ്പിൾ കിടക്കുന്നുണ്ട്. സർക്കിളിന്റെ റേഡിയസ് a ആയിരുന്നു, കർവേച്ചർ എന്തായിരുന്നു 1/a ആയിരുന്നു. റേഡിയസ് ഓഫ് കർവേച്ചർ is not curvature. Radius of curvature is the reciprocal of curvature. Okay. ഈ സർക്കിളിന്റെ സെന്ററിന് സെന്റർ ഓഫ് കർവേച്ചർ എന്ന് പറയും, ഈ സർക്കിളിന് സർക്കിൾ ഓഫ് കർവേച്ചർ എന്ന് പറയും, എന്റെ റേഡിയസിന് റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയും. റേഡിയസ് ഓഫ് കർവേച്ചർ കാണാന് നമുക്ക് നമ്മുടെ കയ്യിൽ മെത്തേഡ് ഉണ്ട്. കാരണം നമുക്ക് കാപ്പ കാണാൻ നമുക്കറിയാം, കാപ്പ ഉപയോഗിച്ചിട്ട് നമുക്ക് കാണാൻ പറ്റും അല്ലെ. കാപ്പ ഉപയോഗിച്ച് നമുക്ക് കർവേച്ചറും റേഡിയസ് ഓഫ് കർവേച്ചറും കാണാൻ പറ്റും. അപ്പൊ കർവേച്ചർ കാണാനുള്ള ഒരു പ്രോബ്ലം ആണ് നെക്സ്റ്റ്. Find the curvature of the helix. Find the curvature of the helix. R of t equal to a cos t I plus a sin t j plus b t. ഇത് a cos t a sin t എന്ന് പറഞ്ഞ സർക്കിൾ ആണ്. b t എന്ന് പറഞ്ഞ എക്സ് ആക്സില് a cos t y equal to a sin t ആണെങ്കിൽ it is a circle of radius a. സർക്കിൾ ഓഫ് റേഡിയസ് എയിൽ പോകുമ്പോൾ z ഡയറക്ഷനിൽ b t എന്ന് പറഞ്ഞ ഒരു ഹൈറ്റ് ഇങ്ങനെ ഉണ്ടാവും. അപ്പോ എന്താ പറയാ, ഒരു സർക്കുലർ സ്പ്രിങ് ആയിരിക്കും. കാരണം നമ്മളൊരാള് ഒരു സർക്കിൾ ഇങ്ങനെ ഒരു എക്സ് വൈ പ്ലെയിനിൽ ഒരാൾ ഒരു സർക്കിൾ വരക്കാൻ നോക്കുകയാണ്. അപ്പൊ z ഡയറക്ഷനിൽ b t എന്ന് പറഞ്ഞൊരു പുഷ് ഉണ്ടാവാണ്. ഒരാളൊരു ചിത്രം ഇങ്ങനെ എയറിലൊരു എന്താ സർക്കിൾ വരക്കാൻ നോക്കുമ്പോ അയാളെ കൈ നമ്മൾ പുഷ് ചെയ്താൽ നമ്മളെ അയാൾ വരക്കുന്ന എന്തായി മാറും, ബിക്കംസ് എ സ്പ്രിങ് അല്ലെ. ഈ പേനയുടെ സ്പ്രിങ് ഉണ്ടല്ലേ, ആ ഷേപ്പിലെ കർവിനാണ് നമ്മള് ഹെലിക്സ് എന്ന് പറയുന്നത്. അപ്പൊ സിലിണ്ടറിന്റെ മുകളിലൂടെ നമ്മൾ വരയ്ക്കുന്ന കർവൊക്കെ ഹെലിക്സ് ആയിരിക്കും. അപ്പൊ നമുക്ക് കാണേണ്ടത് കാപ്പയാണ്. കാപ്പ കാണാനുള്ള ഫോർമുല എന്താണെന്ന് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. കാപ്പ നമുക്ക് കാണേണ്ട കർവേച്ചർ ആണ്. കാപ്പ ഈക്വൽ ടു മോഡ് ഡി ടി ബൈ ഡി എസ് equal to mod dt by dt divided by ds by dt, that is equal to mod t dash t divided by mod ds by dt is mod r dash t. ds by dt തന്നെ mod r dash t ആണ്. അപ്പൊ ഇതാണ് കാപ്പ കാണാനുള്ള ഫോർമുല. ഇനി പെട്ടെന്ന് നമുക്ക് കാണാം അല്ലേ, r അറിയാം. what is r dash? r dash എന്താ മൈനസ് a sin t I plus a cos t j plus b k. r dash mod r dash equal to a square sin square t plus a square cos square t plus b square root of, that is a square cos square t plus a square sin square t, a square arm, that is equal to root of a square plus b square. This is mod r dash. Now what is t cap? T cap equal to r dash t divided by mod r dash t equal to 1 by root of a square plus b square enale minus 1 by root of the magnitude a square plus b square into vector ennaanu minus a sin t I plus a cos t j plus b k t dash. And what is mod t dash? Mod t dash equal to 1 അല്ല വരിക.
1 ആണ് വരിക. മോഡ് dt by dt പറഞ്ഞാൽ എന്തായാലും ഇതെന്തായാലും 1 അല്ലേ വരിക, കാരണം t cap is the unit vector. മോഡ് r dash t എന്ന് പറഞ്ഞാൽ 1 by root of a square plus dt by kappa equal to dt by ds, mod dt by ds. That is t dash mod dt by dt അല്ല, mod dt dash by dt ആണ്. t dash കണ്ടില്ല നമ്മൾ. t dash എന്താണ് കാണാം? t dash equal to 1 by root of a square plus b square into ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് എന്താ വരിക? ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താല് minus a cos t I minus a sin t j ഉണ്ടാവുള്ളൂ അല്ലേ? അപ്പൊ മോഡ് ടി ഡാഷ് എന്ന് പറഞ്ഞാല് മോഡ് ടി ഡാഷ് എന്ന് പറഞ്ഞാല് 1 by root of a square plus b square into ഇതിന്റെ അബ്സല്യൂട്ട് വാല്യൂ എത്രയാണ് വരിക? റൂട്ട് ഓഫ് a square cos square t plus a square sin square t, that is a by root of a square plus b square. So kappa calculate ചെയ്തു ready. Kappa equal to mod dt by dt by mod t dash t by mod r dash t, that is mod t dash t mod r t dash t a by root of a square plus b square. R dash എന്ന് പറഞ്ഞാല് root of a square plus b square. Then answer it kappa equal to a by root of a square plus b square divided by a root of a square plus b square. A by a square plus b square cancel illa nammal multiply ചെയ്യും. ഇതാണ് കാപ്പ കാണുന്ന പ്രോബ്ലം. ഇനി ഇതേ പ്രോബ്ലത്തിൽ എൻ ക്യാപ്പ് കാണാൻ പറഞ്ഞാൽ ഈ പ്രോബ്ലത്തിൽ തന്നെ find n cap. k cap ഉപയോഗിച്ചിട്ട് n cap കാണാൻ എളുപ്പമാണ്, കാരണം n cap നേരിട്ട് ചെയ്താൽ മതി. n cap equal to എന്താണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്? mod dt by dt divided by mod dt by dt ആണ്. അപ്പോൾ n cap for എന്താണ് നമ്മുടെ പ്രോബ്ലം? r of t equal to for the helix. ഈ പ്രോബ്ലം നിങ്ങൾ ചെയ്യാം. r of t equal to a cos t I plus a sin t j plus b t k. Find n cap. എങ്ങനെ കാണും? t കാണും, r ഉപയോഗിച്ചിട്ട് r dash കാണും, r dash ഉപയോഗിച്ചിട്ട് t കാണും, t ഉപയോഗിച്ചിട്ട് t dash കാണും, t dash divided by mod t dash ആണ്. t dash divided by mod t dash ആണ് നമ്മുടെ നോർമൽ വെക്റ്റർ. Next we explain torsion and binormal vector. നമുക്കറിയാം എന്താണ് ടാൻജൻഷ്യൽ വെക്റ്റർ ടി. ടാൻജൻഷ്യൽ വെക്റ്റർ ടി ആൻഡ് നോർമൽ വെക്റ്റർ ഒരു particular pathലൂടെ മൂവ് ചെയ്യുമ്പോൾ this is the tangential vector and this is the normal vector. Like here
tangent vector is like this and normal vector is like this. And the cross product of T and N, it is denoted by vector B, and vector B is called the binormal vector. Now, if B is the binormal vector, what is dB by ds? It's equal to d by ds of t cap cross n cap. Product rule apply. First vector cross derivative of second vector plus derivative of first vector cross second vector. ഇനി നമുക്കറിയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല് what is n cap? N cap equal to 1 by kappa into dt by ds. So this means n cap and the vector n cap and the vector dt by ds are parallel vectors. So the angle between them is 0. So that their cross product is 0. And the parallel vectors, if A and B are parallel, A cross B equal to 0 vector. So the cross product of dt by ds and n, dt by ds cross n cap equal to dt by ds cross n cap equal to 0 vector. Now they are parallel vectors. So that this becomes 0, and what is dB by ds? Then dB by ds becomes dB by ds becomes t cross n by ds. ഇവിടെ ഒരു കാര്യം നോക്കാം. So dB by ds is the cross product of t and dn by ds. Therefore, രണ്ട് വെക്ടറിന്റെ cross product ന്റെ പ്രത്യേകത നോക്കാം. dB by ds is the cross product of two vectors. So dB by ds is perpendicular to the plane containing t cap and dn by ds. A cross B is perpendicular to the plane containing vector A and vector B. അതുപോലെ നമുക്ക് പറയാൻ പറ്റും എന്താണ്? അതുപോലെ നമുക്ക് പറയാൻ പറ്റും dB by ds is perpendicular to the plane containing vector T. അപ്പോൾ dB by ds perpendicular to the plane containing T ആണെങ്കിൽ dB by ds is parallel to the normal vector. കാരണം ടിക്ക് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്ടർ നമുക്കറിയാം. ഏതാണത്? നോർമൽ വെക്ടർ. അപ്പൊ dB by ds ടി ക്യാപ്പിന് പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഇറ്റ് ഈസ് പാരലൽ ടു വെക്ടർ n. So dB by ds is proportional to vector n, or is a multiple of, is a constant times vector n. That constant is denoted by minus tau times vector n cap. dB by ds equal to minus tau times n cap. Therefore, dB by ds dot n cap equal to minus tau n dot n. That is n dot n equal to minus tau can be AB cross and constant into A dot B. This can be written as A dot CB എന്ന് എഴുതാം. സ്കാലറിന് നമുക്ക് എവിടെ വേണമെങ്കിലും C into A dot B എഴുതാം. അതുപോലെ ഇവിടെ മൈനസ് ടോ ക്യാൻ ബി ടേക്കൺ ഔട്ട് സൈഡ്. മൈനസ് ടോ ഇൻറ്റു n dot n equal to 1. യൂണിറ്റ് വെക്ടറിനെ യൂണിറ്റ് വെക്ടർ കൊണ്ട് ഡോട്ട് ചെയ്താൽ
magnitude of first vector into magnitude of second vector into cos 0. Cos 0 is 1. So n dot n equal to 1. That's equal to, so minus tau equal to dB by ds dot n, or tau equal to minus of dB by ds dot n. This tau is called the minus can be given with നമുക്ക് രണ്ട് മൂന്ന് ഇതിലെ n-ന്റെ കൂടെ നെഗറ്റീവ് നമുക്ക് എവിടെയാണെങ്കിലും എടുക്കാം. Can be written as minus dB by ds dot n cap. Negative എവിടെയാണെങ്കിലും എടുക്കാം. This tau is called the torsion of the motion. This tau is called the torsion of the motion. Okay. ഇപ്പൊ ഈ ടോനെ കുറിച്ച് പ്രധാനമായിട്ട് പറയാൻ പറ്റുന്നത് കാപ്പ ഈസ് മോഡുലസ് മോഡ് ഡി ടി ബൈ ds. So kappa curvature is always positive, but torsion may be positive or negative according as the vector sign. dB by ds ലെ vector അതിന്റെ ഡോട്ട് പ്രൊഡക്റ്റ് ഇതിന്റെ നെഗറ്റീവ് ആണ്. ഡോട്ട് പ്രൊഡക്റ്റ് നെഗറ്റീവ് ആണെങ്കിൽ ഇത് പോസിറ്റീവ് ആയിരിക്കും. ഡോട്ട് പ്രൊഡക്റ്റ് പോസിറ്റീവ് ആണെങ്കിൽ ഇത് നെഗറ്റീവ് ആയിരിക്കും. Torsion may be negative or